ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ബക്രീദാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എപ്പോഴും ഇടുകയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് ഗെറ്റ് റെഡി ആവാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പിന്നെ അതിൻ്റെ മുമ്പ് നിങ്ങൾ സൗണ്ട് ഒന്ന് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത് കുറച്ചധികം ആൾക്കാർ പേഴ്സണലായിട്ട് തന്നെ കാണുമ്പോൾ പറയാറുണ്ട് സൗണ്ട് മാത്രം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ, സൗണ്ട് ഒരു ക്ലാരിറ്റി ഇല്ലാന്ന്. അപ്പോൾ ഞാനൊരു മൈക്കൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. മൈക്ക് ഞാൻ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ യൂസ് ചെയ്യൽ ഭയങ്കര റയറായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ ഹൈബ്രോസ് ഇവിടെയൊക്കെ കുറച്ചൊന്ന് വളർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ താഴെയുള്ളതൊന്നും അത്ര കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാനത് ക്ലിയർ ചെയ്തിട്ടില്ല. ഞാൻ ഈ മേലെ മാത്രമാണ് കേട്ടോ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിനി തുടങ്ങാം. ഇത് അധികമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എടുത്തോന്നുള്ളൂ. കുറച്ചെന്തെങ്കിലും ചെറിയ ചെറിയ രോഗമൊക്കെ ഉണ്ടെങ്കിൽ പോകും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ് കേട്ടോ. മോയ്സ്ചറൈസർ കഴിഞ്ഞു. ആക്ച്വലി ഇത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസർ അല്ല, അക്വാലോജിക്ക ഇല്ലേ, ആ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ മോയ്സ്ചറൈസറാണ്. അത് കഴിഞ്ഞു. ഇതൊന്നും വരുന്നില്ല, ഒക്കെ കഴിഞ്ഞു ഗൈസ്. ഇതൊക്കെ ഇനി വാങ്ങണം. നമുക്ക് കട്ട് ചെയ്യാം, അതേ ഉള്ളൂ ഇനി ഓപ്ഷൻ. ഇനി വേറെ മോയ്സ്ചറൈസർ എൻ്റെ അടുത്തില്ല. മോയ്സ്ചറൈസർ ഇടാതെ കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ കത്രികയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഞാൻ കത്രിക എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മുറിക്കാൻ പോവാണ്. മുറിക്കാൻ എനിക്ക് വലിയ താല്പര്യമായിട്ട് ഇങ്ങനെ കുട്ടി കുട്ടി സാധനങ്ങൾ മുറിക്കുന്നത് വലിയ ഇഷ്ടമല്ല. വലുതൊക്കെ ആണെങ്കിൽ പിന്നെ മുറിച്ചു, പക്ഷേ ഒരു ഓപ്ഷൻ ഇല്ല. ഓ, നല്ല കത്രിക. ഓക്കെ, അപ്പോൾ വേണ്ടോ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ദിവസത്തേക്ക് യൂസ് ചെയ്യാനുള്ളത് കിട്ടും. നമുക്ക് കാണുന്നുണ്ടോ? അപ്പോൾ നമുക്ക് എടുക്കാം. ഇതിൽ അത്യാവശ്യമുണ്ട് മോയ്സ്ചറൈസർ. നമ്മൾ ശരിക്കും ഞാൻ എല്ലാ ബോട്ടിൽസും ഓൾമോസ്റ്റ് എൻ്റെ ആത്മാവ് പുറത്തെടുത്ത് ഞാൻ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഒന്ന് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫേസിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മളത് നെക്കിലേക്കും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒട്ടും മേക്കപ്പ് ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും കുറച്ചധികം കുറച്ച് സാധനങ്ങൾ, ഞാൻ എപ്പോൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല കേട്ടോ, ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിട്ട് കുറച്ചധികം സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു എന്താ പറയുക, ഒരു അത്യാവശ്യം ഒരു മേക്കപ്പ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നീണ്ടു പോയി. സോ അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് കഴിഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ, ഞാൻ മേക്കപ്പിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഇങ്ങനെ നമ്മൾ മുറിച്ചിട്ടുള്ള ട്യൂബ് ഉണ്ടാവില്ലേ, ഇത് നമ്മൾ ഇങ്ങനെ ഇടാതെ ഈ കുഞ്ഞു ഭാഗമില്ലേ, ഇത് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട്, ഇതാ മടക്ക് നിങ്ങൾ കാണുന്നുണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കുട്ടി പേസ്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഒരു കുഞ്ഞു പേസ്റ്റ് കിട്ടി, കുഞ്ഞു ട്യൂബ് കിട്ടി. മൊത്തത്തിൽ കിളിപാറിയിരിക്കാൻ തോന്നുന്നു, പറയുന്നതൊക്കെ തെറ്റാ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു ട്യൂബ് കിട്ടും. ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. സോ അപ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും, അധികം ഒന്നും ഡ്രൈ ആയി പോവാതെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ലിപ് ബാം ആണ് കേട്ടോ. ബ്രാൻഡൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സൺസ്ക്രീൻ ആണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സൺസ്ക്രീൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ എന്നാലും കുറച്ചധികം യൂസ് ചെയ്യാനുണ്ട് ഇതിൽ. പിന്നെ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, മഴ ആയതുകൊണ്ട് ഞാൻ സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യില്ല, സൺസ്ക്രീൻ ബാക്കിയാണെന്നൊക്കെ. അങ്ങനെ ചെയ്യരുത് കേട്ടോ. നമ്മൾ മഴയാണെങ്കിലും സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴും വരുന്ന ഒരു സൺറൈസ് എപ്പോഴും ഉണ്ടാവും, 80% സൺറൈസ് എപ്പോഴും ഉണ്ടാകുന്നതാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്കിന്നിന് അത്യാവശ്യം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ മഴയത്തും സൺസ്ക്രീൻ ഇടണം. ഇപ്പോൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ. ഈ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ഗ്ലോ വരും. സോ നമ്മളൊരു അത്യാവശ്യം ഒരു ഗ്ലോ ഉള്ള മേക്കപ്പാണ് കേട്ടോ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പ്രൈമറാണ് കേട്ടോ. ഈ ഒരു പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആരോ പുറത്ത് വന്നിട്ടുണ്ട്, നോക്കാം, ഇങ്ങോട്ടുള്ളതാണ്. അപ്പോൾ പ്രൈമർ എടുത്ത് ഈ പ്രൈമർ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫേസ് നല്ല സ്മൂത്ത് ആയതുപോലെ ഫീൽ ആവും കേട്ടോ.
അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുമ്പൊന്നും പ്രൈമർ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന പ്രൈമറാണ്. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണ് കേട്ടോ ഈ ഒരു പ്രൈമർ. നിങ്ങളും വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വരുന്നത് 220 ആണ് കേട്ടോ പൈസ അടക്കേണ്ടത്. ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ബൈ ചെയ്തതാണ്. എൻ്റെ ഫേസ് ഇപ്പോൾ അല്ലേ ഭയങ്കര സ്മൂത്തായിട്ട്, ഇവിടെ കുരുവിൻ്റെതൊക്കെ ഉണ്ടെന്നുള്ളത് ഫേസ് ഭയങ്കര സ്മൂത്തായി. അതിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. കണ്ടോ നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രൈമർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രൈമർ യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ ഫേസിലുള്ള എന്താ പറയുക, നമുക്ക് പിന്നെ ഈ പ്രൈമർ ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മേലെ മേക്കപ്പ് ഇടുകയാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും കേട്ടോ. ഇപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ പ്രൈമർ. ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യില്ല. ഈ ഒരു പ്രൈമർ ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത്, ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ചായിട്ടോ. ഞാൻ പെട്ടെന്ന് ഒരു സാധനം ഫസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചില്ല. ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതിൻ്റെ വേറെ ബ്രാൻഡൊക്കെ വാങ്ങിയാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് നല്ല സാറ്റിസ്ഫൈങ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൈമറാണ്, വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് മുമ്പാണ് നമ്മൾ പ്രൈമർ യൂസ് ചെയ്യേണ്ടത്. സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറില്ല കേട്ടോ. അതിൻ്റെ പകരം ഞാൻ ഈ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് BB ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ എന്താ മേലേക്ക് നോക്കുന്നത് നിങ്ങൾ വിചാരിക്കും, അവിടെയാണ് മിറർ ഉള്ളത്, അതുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ട് നോക്കുന്നത്. കണ്ണാടിയിലും ക്യാമറയിൽ മാത്രം നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. കൺസീലറും ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാരണ ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്തിട്ടേ ഇല്ല. ഞാൻ വാങ്ങിയതാണ്. ഇതിൻ്റെ ആണെന്നറിയോ, ബ്ലൂ ഹെവൻ്റെ കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നല്ലൊരു കൺസീലറാണ് കേട്ടോ. എവിടെയെങ്കിലും കുറച്ചിങ്ങനെ ഡാർക്കാണ് നമ്മളെ കണ്ണിൻ്റെ അടിയിൽ ഇവിടെയൊക്കെ നമുക്കൊരു ഡാർക്ക്നെസ് വരുമല്ലോ, അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ണിൻ്റെ മേലെ കണ്ണിൻ്റെ അടിയിലൊക്കെ എന്ത് സാധനം യൂസ് ചെയ്യുകയാണെങ്കിലും ഒന്ന് കുറച്ച് കെയർ കൂടുതൽ എടുക്കണം. നല്ലൊരു കോലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അടുത്തടുത്ത് വന്നിപ്പോൾ ചാടി ക്യാമറയിൽ കൂടെ പുറത്ത് വരുമോ നിങ്ങൾ വിചാരിക്കും. എനിക്ക് കണ്ണാടിയിലേക്ക് ശരിക്കും അങ്ങ് കാണുന്നില്ല. മെല്ലെ മെല്ലെയാണ് കേട്ടോ ടാബ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളും മെല്ലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. സ്പീഡായിട്ട് നമ്മൾ ഒരിക്കലും മേക്കപ്പ് ചെയ്യരുത്. മെല്ലെ മെല്ലെ ചെയ്യാം. ഭയങ്കര റഫായി ചെയ്യുന്നവർക്ക് തോന്നുന്നുണ്ടോ? ഞാൻ മെല്ലെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാർട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൺസീലർ എടുത്തിട്ട് നമുക്കിപ്പോൾ എൻ്റെ ഹൈബ്രോ കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേലെയും കൂടെ ഞാനൊന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് അപ്പോൾ നമുക്കൊരു നല്ല ഷേപ്പ് കിട്ടും. ഞാനിപ്പോൾ ഇങ്ങനെ വൃത്തിയില്ല ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നല്ല വൃത്തി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതൊക്കെ കുട്ടി കുട്ടി ഹൈബ്രോസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ നന്നായിട്ട് എടുത്തിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളൊന്ന് ഹൈബ്രോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഹൈബ്രോസ് എന്നാണ് പറയുന്നത്, ആക്ച്വലി ഐബ്രോസ് എന്നാണ് പറയുക. നമുക്ക് എല്ലാത്തിനും കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും കുറവായിരിക്കും പറയുന്നതിൽ, ഒന്നില്ലെങ്കിൽ എല്ലാം കൂടുതലായിരിക്കും. അപ്പം നമുക്കിനി ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ച് ഗ്ലോയി ആയിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്യുന്നത്. കുറച്ച് ഗ്ലോ കേട്ടോ, ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഗ്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ മാർസിൻ്റെ ഇലുമിനാറ്റി ബേസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, ഇങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബ്ലഷിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. മൊത്തത്തിൽ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മൊത്തമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയയിൽ മാത്രം ഒന്നിട്ടിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും.
ഇപ്പോൾ മൊത്തത്തിൽ ഫേസിലൊരു ഗ്ലോ വന്നിട്ടുണ്ട് കേട്ടോ. നെക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്പോൾ നമ്മളിതൊന്ന് ഇവനായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ചെവിയിലേക്കും കൂടെ ചെയ്യണം. നമ്മൾ പിന്നെ ഷാളൊക്കെ ഇടുന്നതുകൊണ്ട് ഞാൻ അത്ര അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക് കൊണ്ടുള്ള കലാപരിപാടികളാണ് ഉള്ളത്. ആസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് DL837 ആണ്. ഇതിനങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാനങ്ങനെ പറയും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. ഇത് ഞാൻ കുറച്ചെടുത്തിട്ട് ഐ ഷാഡോ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ കുറച്ച് ബ്ലഷായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണല്ലോ അധികം ബ്ലഷ് ഇടുക. കൂടിപ്പോയോ? നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ബ്ലഷ് ഇട്ടത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. ബ്ലഷ് ഇട്ടിട്ട് കുറച്ച് കൂടിപ്പോയി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതിൽ കുറച്ച് ഫൗണ്ടേഷൻ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഷ് ഒന്ന് ലൈറ്റൺ ആക്കാൻ പറ്റും. പക്ഷേ ഇത് ബാക്കിയൊക്കെ ഇട്ട് വരുമ്പോൾ ഇതങ്ങ് തന്നെ ലൈറ്റൺ ആയിക്കോളും. ഞാനിതങ്ങോട്ട് ഇതിലെനിക്ക് കൂടുതൽ പണിത് ഇതിനെ ഇതാക്കുന്നില്ല. ഇതിൻ്റെ മേലെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ ഈ ഇലുമിനാറ്റി ബേസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇതെന്താക്കുള്ളൂ. നിങ്ങൾക്ക് ഇതില്ല എന്നാണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമില്ല ഇത് യൂസ് ചെയ്യാനെന്നാണെങ്കിൽ നിങ്ങൾ എന്താക്കുക, കുറച്ച് ഫൗണ്ടേഷൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്നും ഇട്ടിട്ട് ഇനിയും കുറഞ്ഞിട്ടില്ലെങ്കിൽ കുറച്ച് ഫൗണ്ടേഷൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഏറ്റവും കൂടുതൽ മറക്കുന്ന ഒരു പാർട്ടാണ്. ഇതൊക്കെ ഫസ്റ്റ് ചെയ്യേണ്ടതാണ്, ബട്ട് ഞാൻ മറന്നുപോയി. ഇത് കണ്ട ഓർമ്മയെ എടുത്ത് ചെയ്യുന്നു. ഒന്ന് ഐബ്രോസും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫില്ല് ചെയ്യാൻ മാത്രമൊന്നുമില്ല, ഇതിൽ കുറച്ചേ ഉള്ളൂ. എനിക്കങ്ങനെ ഓവറായിട്ട് വേണമെന്നില്ല. പക്ഷേ ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോയെന്നും അറിയില്ല. ഇത് അത്രയ്ക്ക് തീർന്നിട്ടുണ്ട്. പക്ഷെ ഒരു ഇത് എന്ത് ഒരു മനസ്സുഖം. അവന് ഇതുണ്ട്. ഇത് പറഞ്ഞാലൊന്നും അങ്ങനെ വരില്ല, അത്രയ്ക്ക് ലൈറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്നിട്ട് എന്തെങ്കിലും ഡിഫറൻസ് നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ? ഇപ്പോൾ എന്നോട് ഐബ്രോസിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഐബ്രോസിലൊന്നും ഒന്നും തന്നെ ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ഈ കോമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്ര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പൗഡർ എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വേറെ ഒരു പൗഡറൊന്നും അല്ല കേട്ടോ എടുക്കുന്നത്. ഞാൻ സാധാരണ നോർമലായിട്ടുള്ള പൗഡറാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് നമ്മൾ ചെയ്ത് കൊടുത്ത മേക്കപ്പ് ഒക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇതിനേക്കാം മറ്റൊരു ബ്രഷിലേക്ക് നമ്മൾ പൗഡർ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതെനിക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യുന്നത് എനിക്ക്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഐലൈനറാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഐലൈനറിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഞാൻ കൂടുതലായിട്ട് ഇവിടെ ഒന്നും തിക്കായിട്ടൊന്നും വരച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഇവിടെ ഒരു ടൈൽ ഇട്ട് കൊടുത്തു, ഇവിടെ ഒന്നും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഭയങ്കര തിന്നായിട്ടൊരു ലൈനും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഈ കണ്ണിലും കൂടെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പം കണ്ണെഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് മുമ്പ് നമ്മൾ ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഞാൻ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ മേക്കപ്പ് ഓൾമോസ്റ്റ് ഡണ്ണാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് മേക്കപ്പ് ഡണ്ണാണ് കേട്ടോ. ഇനി നമുക്ക് ഗ്ലോ കുറച്ചുകൂടെ കൂടാൻ വേണ്ടിയിട്ട്
ജസ്റ്റ് ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹൈലൈറ്റ് ചെയ്യേണ്ട ഏരിയയിൽ മാത്രം ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂക്കിലിട്ട് കൊടുക്കുക, ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെയും കൂടെ കുറച്ച് കണ്ണിൻ്റെ മേലെ അതിനൊന്നും പറക്കാതെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇടണമായിരുന്നു, ഞാൻ മറന്നു പോയതാണ്. ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇവിടെയും കൂടെ കൊടുക്കുന്നുണ്ട്. മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ NYBന്റെ മസ്കാരയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ മസ്കാര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഇത് വാട്ടർ പ്രൂഫ് അല്ല കേട്ടോ. എനിക്ക് കുറച്ച് വോളിയം തോന്നണം. എനിക്ക് പീലി കുറച്ചധികം ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഓക്ക് നല്ല ഈ ഐലാഷസ് ഭയങ്കര കട്ടിയിലുണ്ടാവും കേട്ടോ. നമ്മളെന്താ പറയുക, എക്സ്റ്റൻഷനൊക്കെ വെച്ചതുപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കില്ല, എനിക്ക് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ എടുക്കുന്നു, ഇതിലേക്കാക്കുന്നു. ഇതും കഴിഞ്ഞോ. എന്നിട്ട് നമ്മൾ ഐബ്രോയിൽ മസ്കാര പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ചുണ്ട് ഇങ്ങനെയൊന്നും പിടിക്കാണ്ട് കുറച്ച് മേനയിൽ പിടിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഇത് മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു മേക്കപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഒരു ഹാപ്പി ഈദ് മുബാറക്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. മിക്കവാറും ഞാൻ ഈ വീഡിയോ ഇടുന്ന സമയത്ത് അടുത്ത പെരുന്നാളാവാനും ചാൻസ് ഉണ്ട്. എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റ.